ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചല്ലോ എന്ന ചോദ്യത്തിന് 2 വാക്കിൽ ഉത്തരം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വാമിയെ ശരണമയ്യപ്പ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. മറ്റൊന്നും വിശദീകരിക്കാതെ നെഞ്ചിൽ കൈവച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. തുടർന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച അദ്ദേഹം ഈ വർഷം തൃശൂരിൽ വമ്പൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നും അതിനെപ്പറ്റി വഴിയെ പറയാമെന്നും പറഞ്ഞു. കേരളത്തിലേക്ക് എയിംസ് വരും എന്നതിൽ സംശയമില്ലെന്നും ആലപ്പുഴ കഴിഞ്ഞാൽ എയിംസ് അവകാശപ്പെട്ടത് തൃശൂരിനാണെന്നും കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. അതേസമയം ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചു എന്ന വാർത്തകൾ തള്ളുകയാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി SIT തന്നെ വിളിപ്പിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ താൻ ചാനലിലൂടെയാണ് അറിയുന്നത് പോലുമെന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പണിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. SIT തന്നെ വിളിച്ചാൽ ഹാജരാകുമെന്നും തനിക്ക് യാതൊരു പേടിയുമില്ലെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. സോണിയാഗാന്ധിയെ കാണാൻ താൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നില്ലെന്നും കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പോറ്റിയെ കേട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല അന്നദാനത്തിന് ക്ഷണം ലഭിച്ചതിനാൽ താൻ പോയി. ഇനിയുള്ള കാര്യങ്ങൾ SIT വിളിപ്പിക്കുമ്പോൾ ഉറപ്പായും മാധ്യമങ്ങളെ അറിയിക്കും. എങ്ങും എവിടെയും ഒളിച്ചോടി പോകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട SIT UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന തരത്തിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തി എന്നായിരുന്നു പുറത്തു വന്ന വിവരം. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് ഡൽഹി യാത്ര നടത്തിയിരുന്നു. ഇതിലെ വിശദാംശങ്ങൾ തേടാനാണ് വിളിപ്പിക്കുക എന്നായിരുന്നു വിവരം.